കരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയറ ഇന്ന് എന്തായാലും പൊളിക്കില്ല, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. എന്താണ് മുൻപുണ്ടായിരുന്ന അതേ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണോ കുടുംബം എന്നുള്ള രീതിയിൽ പ്രതികരിക്കാനായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുകയാണ്. ഗോപൻ സ്വാമിയുടെ ഇളയ മകനായിട്ടുള്ള രാജസേനനാണ് ഒപ്പമുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ അത് പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലടക്കം വിളിച്ചു വരുത്തി അവർ പറയുന്നത് എന്താണ്, അവരുടെ ഒരു നീക്കം എന്താണ്, അല്ലെങ്കിൽ അതിനോട് നിങ്ങളിലേക്കൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിങ്ങനെ അവരെ പഴയ ഒരു നടപടിയിലേക്കാണ്. അവരെ നിയമപരമായി തന്നെ അവർ നിൽക്കും. അവർ അതങ്ങനെയല്ലേ പോലീസ് നിയമപരമായി എന്താണ് അങ്ങനെ നിൽക്കും. പക്ഷെ നമുക്ക് ഇതൊരു ക്ഷേത്രം എന്ന് പറയാം. സമാധി മണ്ഡപം ആകുന്ന ഇതൊരു ക്ഷേത്രമാണ്. അതായത് സമാധി ഇരിക്കുന്ന ഈ മണ്ഡപത്തിൽ ലിംഗപ്രതിഷ്ഠയോടുകൂടിയുള്ള ചടങ്ങുകളുണ്ട് 41ാമത്തെ ദിവസം. അപ്പോൾ ഇത് കഴിയുമ്പം ഇതൊരു സമാധി ക്ഷേത്രമായി മാറുകയാണ്. അത് ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനായി മാറുകയാണ്. അത്രയ്ക്ക് സമാധിക്ക് പവിത്രതയും കളങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മഹാക്ഷേത്രത്തിൽ പോലും മഹാലിംഗ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് തന്ത്രിയും ക്ഷേത്ര പൂജാരിയും മാത്രമേ കാണാൻ പാടുള്ളൂ. അഷ്ടബന്ധം കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭക്തർക്ക് ദർശനമുള്ളൂ ആ ലിംഗ പ്രതിഷ്ഠ. ശരിക്കും അച്ഛൻ ഇതിന് മുൻപ്, അതായത് ഏകദേശം 3 ദിവസം മുൻപ് പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, സമാധിയെ പറ്റിയിട്ടൊക്കെ. അല്ലെങ്കിൽ ഞാൻ സമാധിയാവുകയാണ് എന്ന് മക്കളോടക്കം അമ്മയോടക്കം പറഞ്ഞിരുന്നു. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അമ്മയുടെ അടുത്താണ് പറഞ്ഞത്. അമ്മയോടാണ് ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത്. അമ്മ വഴിയാണോ താങ്കൾ അറിയുന്നതോ? അച്ഛൻ പിന്നെ ചെറിയ രീതിയിൽ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞിട്ട് അമ്മ കളിയാക്കുന്ന രീതിയിലാക്കി. അമ്മക്ക് ആ സമയത്ത് തമാശ പോലെ പറഞ്ഞതായിട്ട് തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സമാധിയാകുന്ന സമയത്ത് അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഇവിടെ വന്ന് പതുപോലെ തന്നെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച പതുവ് പോലെ തന്നെ വന്ന് പിന്നെ കുറച്ച് ബിപിക്കുള്ള ഗുളികയും ഞാനാണ് ഇൻസുലിൻ വെച്ച് കൊടുക്കുന്നത് അച്ഛന്. അച്ഛൻ ഈ ബിപിക്കും അതുപോലെ ഷുഗറിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഉള്ള മരുന്നെല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം അച്ഛൻ 5 ദിവസത്തിന് മുമ്പേ ഈ അന്നാദി ആഹാരങ്ങൾ കുറച്ച് മലമൂത്ര വിസർജനങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ ഈ അന്നാദി ആഹാരം കുറഞ്ഞത് വെച്ച് മലമൂത്രങ്ങളൊക്കെ കുറഞ്ഞു വരും. അതായത് ഈ സമാധിയിലേക്ക് കടക്കുമ്പോൾ ഒരു ക്രമമാണോ അത് ക്രമമാണ്. അപ്പോൾ 5 ദിവസം ആഹാരങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മളെന്ന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി അന്ന് കഞ്ഞി, അല്ലെങ്കിലും എന്നും പതുപോലെ കഞ്ഞി അച്ഛൻ കഴിക്കും, കഞ്ഞി കുടിക്കും. അപ്പോൾ പൊടിയരി കഞ്ഞി എന്നും. പിന്നെ ഇത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് വരണ സമയത്തോ ധ്യാനം കഴിഞ്ഞ് വരണ സമയത്തോ അവിടെ ധ്യാനിക്കാനൊക്കെ അച്ഛൻ ചെന്നിരിക്കുക ഋഷിപീഠത്തിൽ. അപ്പോൾ പൊടിയരി കഞ്ഞി അന്ന് 2 സ്പൂൺ മാത്രം ഒന്ന് ടച്ച് ചെയ്തിട്ട് വിട്ടിട്ട് അച്ഛൻ കുറച്ച് നേരം വന്ന് സിറ്റൗട്ടിൽ ഇരുന്ന് കറക്റ്റ് 10 ആയപ്പോൾ മക്കളെ ഇനി വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു. അപ്പോൾ അച്ഛൻ എന്താ? അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു ഇന്നലെ എനിക്ക് സമാധിയാവുന്ന സമയമായി. അപ്പം ഞാൻ പിന്നെ ഒന്ന് പെട്ടെന്ന് വ്യാഴാഴ്ച ദിവസം തന്നെയാണ് പറയുന്നത്. നമുക്ക് ഓരോ അച്ഛൻ എന്താ വെച്ചാൽ അപ്പോൾ അച്ഛൻ പറയണം സമാധിയാവുന്ന സമയം. അങ്ങനെ അച്ഛൻ സമാധിയാവാൻ വേണ്ടി അച്ഛൻ ഋഷിപീഠത്തിലൊരിക്കുന്ന പത്മപീഠത്തിൽ അച്ഛൻ ചെന്ന് പത്മാസനിലിരിക്കുകയും എൻ്റെ തല കൈവച്ച് അച്ഛൻ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് അച്ഛൻ സമാധിയിലേക്ക് ലയിക്കുന്നത്. ശരിക്കും അത് എത്ര നേരം നീണ്ട കർമ്മങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രമം എങ്ങനെയായിരുന്നു? സമാധി ദിനം ഒന്നുകൂടെ ഓർമ്മിച്ച് പറയാമോ? 10 മുതൽ കൃത്യമായിട്ട് അച്ഛൻ്റെ യോഗ കലകൾ പ്രവർത്തിച്ച് പ്രാണായാമം, അതായത് ഈ മൂക്ക് കുത്തിപ്പിടിച്ചിട്ട് പ്രാണൻ ഇങ്ങനെ ആവാഹിക്കുന്ന സമയം ഈ പ്രാണായാമം ചെയ്യും. അത് പ്രാണായാമം ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പ്രാണായാമം ചെയ്താണ് ഓരോ കുണ്ടലിനി ശക്തികളെ ഉണർത്തി, അതായത് ഓരോ ജീവകലകളിലെ 6 ആധാര ചക്രം ഉണർത്തി ഈ ശക്തികളെല്ലാം ഉണർത്തി ഓരോ പ്രാണൻ എടുക്കുമ്പോൾ കുംഭകം ചെയ്ത് അതിനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ ഒരു പയറുമണി പോലത്തെ ഒരു സംഭവമുണ്ട്. അതായത് തിലകസ്ഥാനത്തിൻ്റെ അവിടെ വന്ന് ഈ അമൃതകല, അതായത് ശിരസിലാണ് ഈ പ്രാണനെ ഒളിപ്പിക്കുന്നത്. അതിനാണ് ജീവൽ സമാധി എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ അടയ്ക്കുക ആ പ്രാണനെ. അത്രയും പ്രാക്ടീസാണ് അത്. എല്ലാ ശാസ്ത്രങ്ങളും അഗസ്ത്യര ഗ്രന്ഥങ്ങളിലൊക്കെ സമാധിയെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അഗസ്ത്യരൊക്കെ സന്യാസി. ശരിക്കും അച്ഛൻ്റെ പ്രാണൻ വേർപെട്ട് പോകുന്ന, അല്ലെങ്കിൽ ആത്മാവ് പോകുന്നത് താങ്കൾ കണ്ടിരുന്നു? ആത്മാവ് പോകുന്നത് ഭയങ്കര തേജസ്സായിരിക്കും ആ സമയത്ത്. അതായത് അച്ഛൻ ഈ കൈകൾ ഈ ആയതിനു ശേഷം മിഴികൾ താനെ അടയ്ക്കുകയും പിന്നെ ഈ കൈ പ്രാണായാമം ചെയ്തുകൊണ്ടിരുന്ന കൈ പതുക്കെ താത്തിട്ട് ഇങ്ങനെ അട്ടകം പിടിക്കുന്ന രീതിയിൽ തൻ്റെ കാലിലേക്ക് ചേർത്ത് വെച്ച് ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു അവസാനത്തെ ക്രമം. അത് കഴിഞ്ഞ് അത് ബ്രഹ്മത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവനാടി, അതായത് നമ്മളെ വാദം പിത്തം കഫം എന്ന് പറയുന്ന ഈ നാഡികൾ കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്ന നമ്മുടെ തുടുപ്പ് ജീവനാടി എന്ന് പറയും. ഇതിനാണ് ജീവനാടി. ഇതിൻ്റെ തുടുപ്പ് സ്പന്ദനം, അതിൻ്റെ ഒരു സ്പന്ദനമുണ്ട്, നമുക്ക് പിടിച്ചു നോക്കി അറിയാൻ പറ്റും. ആ സ്പന്ദനം നിലയ്ക്കുകയും ശ്വാസം, അതായത് നമ്മുടെ ഈ കുംഭകം ചെയ്യുന്ന ഈ വയറുണ്ട്, അതിൻ്റെ
അനക്കം നിൽക്കുകയും ശ്വാസഗതി നിൽക്കുകയും ചെയ്യും ആ സമയത്ത്. താങ്കൾ പലപ്പോഴും മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു, അതായത് പുത്രധർമ്മമാണ് ഞാൻ നിറവേറ്റിയത്. അച്ഛൻ ദിവസങ്ങൾക്ക് മുന്നേ ഇത് പറഞ്ഞിരുന്നു, അതായത് സമാധിയുടെ ക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, പൂജകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. 5 വർഷത്തിന് മുമ്പേ അച്ഛൻ ഈ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞു കൊടുത്ത അളവ് പ്രകാരം മയിലാടിയിൽ നിന്ന് പത്മപീഠവും ഈ ഉയരപ്പാകുന്ന മണ്ഡപത്തിന്റെ ഒരു നപുംസക ശിലാപീഠവും കല്ലും, അത് ഈ കോൺക്രീറ്റ് സ്ലാബുകൾ പോലെ കാണുന്ന ശിലാഫലകങ്ങൾ അങ്ങനെയാണോ പറയാം? കോൺക്രീറ്റ് സ്ലാബ് അല്ല, അത് നപുംസക ശിലയാണ്. വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് അളവും കാര്യങ്ങളാണ്. വെറുതെ എടുത്തിട്ട് അത് എത്ര നാളെ ശരിക്കും അച്ഛൻ ഇത് എത്തിച്ചിട്ട്? 5 വർഷമായി ഇത് എത്തിച്ച് ഇവിടെ കൊണ്ട് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. ശ്രീകോവിലിന്റെ വെളിയിലായിട്ട് സൂക്ഷിക്കുകയായിരുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കാണ് വെളിയിലേക്ക് എടുത്തത്. വെളിയിലേക്ക് എടുത്ത് അതിൻ്റെതായിട്ടുള്ള നമ്മൾ പിന്നെ ഭസ്മം, കർപ്പൂരം, ചന്ദനം, ഇതിന്റെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഏകദേശം എത്ര മണിക്കൂർ നീണ്ട ഒരു കർമ്മങ്ങളായിരുന്നു അത്? ഈ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് 11:30 കൂടി അദ്ദേഹം സമാധിയാകുന്നു അല്ലേ? 10:30 മുതൽ 11:30 അച്ഛൻ സമാധി ചടങ്ങുകൾ അച്ഛൻ സമാധി ആയി കഴിഞ്ഞു. അച്ഛൻ സമാധിയായി 11:30 സമാധിയായി തീർന്നു. പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ചടങ്ങുകളാണ്. ബാക്കി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അത് നമ്മളാണ് ചെയ്തത്. ബാക്കി അത് എൻ്റെ പൂജാകർമ്മങ്ങളുണ്ട്, സമാധിയുടെ ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ അത് പിന്നെ നമ്മളാണ് ചെയ്തത്. താങ്കൾ വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് യോഗാചാര്യന്മാരും അല്ലെങ്കിൽ വലിയ രീതിയിൽ സന്യാസിവര്യന്മാരും ഒക്കെ സമാധിയായിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലെങ്കിലും ഈ ഒരു പുത്രധർമ്മം നിറവേറ്റിയെന്ന് പറയുമ്പോൾ അത് പറയേണ്ടിയിരുന്നു എന്നൊരു വിവാദങ്ങൾക്ക് നടുവിലെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിരുന്നു. ഇത് ഈ ബന്ധുക്കളൊന്നും അങ്ങനെ ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ലേ? അവസാനം അദ്ദേഹത്തിനെ കാണാനുള്ള അവസരം പോലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞത്, ഭഗവാന്റെ ലിംഗപ്രതിഷ്ഠയ്ക്ക് സമയത്ത് പോലും ശക്തിയും ശിവനും ലയിക്കുന്ന ആ സമയത്ത് പോലും നമുക്ക് ഭഗവാനെ പോലും തന്ത്രിക്കോ ക്ഷേത്ര മേൽശാന്തിക്ക് മാത്രമേ ആ കർമ്മം ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു സമാധി ചടങ്ങ് പോലും തൻ്റെ പ്രിയ ശിഷ്യനോ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ പുത്രനെയോ അത് ചെയ്യുവാൻ പാടുള്ളൂ ആ കർമ്മം. വെളിയിൽ നമ്മൾ ഒരാളെ നിർത്തി കഴിയുമ്പോൾ അച്ഛൻ അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഏകാഗ്രതയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം. ഏറ്റവും പോയിന്റാണ് അത്. ഏകാഗ്രത ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സ് പല തരത്തിലേക്ക് ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ ശബ്ദങ്ങളോ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ശബ്ദങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സമാധിയുടെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശിയിലാണ് അച്ഛൻ്റെ സമാധി. ആ സമയം അദ്ദേഹം മുൻകൂട്ടി കണ്ടതായിരിക്കും. അച്ഛൻ മുൻകൂട്ടി കണ്ടാണ്. അപ്പം ഞാൻ വന്ന് ഇതിനെല്ലാം കൊണ്ടുവന്ന് പഞ്ചാംഗത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വർഗവാതിൽ ഏകാദശി. ഇത് കഴിഞ്ഞ് നമുക്ക് കുറിച്ചിടണം അച്ഛൻ്റെ സമാധി ആകുന്ന ടൈം, ആ ദിവസം, ആ യാമം, ആ എല്ലാ ദശമിയും എല്ലാം കൃത്യമായിട്ട് നമുക്ക് കുറിച്ചിടണം. നമുക്ക് വാർഷികം നടത്താനുള്ളതാണ്, പൂജ നടത്താനുള്ളതാണ്. പഞ്ചാംഗം നമ്മൾ നോക്കിയപ്പോൾ അച്ഛൻ സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശി ദിവസമാണ് അച്ഛൻ്റെ ഈ സമാധി കൃത്യമായിട്ട് നടന്നു. ശരിക്കും ആ രീതിയിൽ വലിയൊരു എന്താ പറയാ, സന്തോഷം എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക്. മീൻസ് ആ രീതിയിലുള്ള സന്തോഷം, അതായത് നല്ലൊരു സമയത്താണ് അദ്ദേഹം സമാധി വലിച്ചത്. അപ്പൊ നേരത്തെ കണ്ടിരിക്കുന്നു ഈ സമയം. അച്ഛൻ ഈ സ്വർഗവാലി ഏകാദശി എന്ന് പറയുന്ന അച്ഛൻ നേരത്തെ ആ ജ്ഞാനം കണ്ടിരിക്കുന്നു. നമ്മൾ പോലും ആ സമയത്ത് ചിന്തിച്ചില്ല ഇന്നത്തെ ദിവസം സ്വർഗവാതിൽ ഏകാദശിയാണ് നമ്മൾ. ഞാനത് വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് താങ്കൾ ഈ കാണുന്നതായിരിക്കുമല്ലോ ഒരുപാട് ബന്ധുക്കളും സ്വാഭാവികമായിട്ട് കുടുംബം എല്ലാവരുടെ കുടുംബമുള്ളവരൊക്കെ ഒരുപാട് ബന്ധുക്കളും കാണും. ആ രീതിയിൽ ആരും പരിഭവം പറഞ്ഞില്ല. അതായത് അച്ഛൻ ഈ സമാധി, അതായത് നമ്മൾ നാടാർ ഹിന്ദുവാണ്, നാടാർ ക്രിസ്ത്യാനിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക്. ഞാൻ ചോദിച്ചത് അതിന്റെ ഒരു മറ്റൊരു വശം ചോദിച്ചാണ്. ആരിപ്പോ അച്ഛൻ അവസാനം അവർ കാണാൻ പോലും അവസരം പല നിങ്ങളെ പോലും ബന്ധുക്കൾക്ക് ഉണ്ടായി കാണില്ലല്ലോ. കൊടുക്കില്ല, അങ്ങനെ പറ്റത്തില്ല. ആ രീതിയിൽ അവർ കുടുംബാംഗങ്ങൾ ആരും പോലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് അച്ഛന്റെ ബന്ധുക്കള്, അമ്മയുടെ ബന്ധുക്കള്, നമ്മുടെ എല്ലാ ബന്ധുക്കളൊക്കെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ട് കുറച്ച് ദിവസം മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ക്ഷേമം. അപ്പം നമുക്ക് ഈ ചടങ്ങ് സമാധിയാകുന്ന സമയത്ത് അങ്ങനെ ഇതിൽ അങ്ങനെ സ്ത്രീകൾ തൊടാനോ, എൻ്റെ അമ്മ പോലും തൊടാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്കോ വൈഫിനോ അങ്ങനെ ഒന്നും തൊടാൻ പാടില്ല പൂജയുടെ സമയത്ത്. പിന്നെ ആ സമയത്ത് അങ്ങനെ പവിത്രമായിട്ടുള്ള ദേവശരീരമായി മാറിയാണ്. അതായത് വിഗ്രഹം പോലെ, വിഗ്രഹത്തിൽ നമ്മൾ പോറ്റിമാർക്ക് മാത്രമേ തൊടാൻ പാടുള്ളൂ. അതായത് ആ താന്ത്രിക വിധി പ്രകാരം ആചാരാനുഷ്ഠാനങ്ങളും പൂജാവിധികളും പഠിച്ചിട്ടുള്ള അത്രയ്ക്ക് മാംസാദികൾ കൂട്ടാത്ത ഒരാൾക്ക് മാത്രം ശുദ്ധിയോടുകൂടി, ശരീരശുദ്ധിയോടുകൂടി മാത്രമേ ആ വിഗ്രഹത്തിൽ. അപ്പം പ്രത്യേകിച്ച് ഒരു ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർക്ക് ആ ശരീരത്തിനെ അശുദ്ധിയാക്കാൻ പാടില്ല. അത്രയ്ക്ക് ഈ ഈശ്വരനുമായിട്ട് കണക്ടിവിറ്റി ആയിട്ടുള്ള സംഭവമാണ്. അതായത് ശരിക്കും
അത് പിന്നെ ഈശ്വരനായി മാറിയതാണ്, യോഗീശ്വരനായി മാറുകയാണ് ഈ സമാധി എന്ന് ശരിക്കും ഈ പറയുന്നത്. സമാധി എന്നൊരു വാക്ക് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഒരു അറിവിലേക്ക് ചോദിക്കുന്നുണ്ട്. അതായത് പ്രാണൻ പോയി എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് അതിന്റെ ഒരു ക്രമം എങ്ങനെയാണെന്ന് അറിയാം. പ്രാണൻ പോയി. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് സമാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ തൻ്റെ ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ വിട്ടു പോകുന്നതല്ല. ഈ അമൃതകല എന്ന് പറയുന്ന സഹസ്രദള പത്മം, അതായത് ഈശ്വരൻ 1000 താമരയിലെ കൊണ്ട് അത് സൂര്യ തേജസ്സോട് കൂടിയിരിക്കുന്ന നമുക്കൊരു താമരയുണ്ട്. ആ പത്മത്തിലേക്ക് ഈശ്വരനാണ് കുടികൊള്ളുന്നത്. ആ ഈശ്വരനിലേക്ക് തന്റെ ജീവനെ അതായത് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛന്റെ പ്രാണൻ ഈശ്വരനിലേക്ക് ലയിച്ചു എന്നുള്ളതാണ് സങ്കല്പം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ സങ്കല്പമല്ല, അത് കറക്റ്റ് വിശ്വാസം, ശരി. അത് അഗസ്ത്യ ഗ്രന്ഥങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ചോദിക്കുന്ന വേറെ രീതിയിലല്ല, ഒരു ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ച് പറയുകയുമല്ല. പക്ഷെ പല മാധ്യമങ്ങളും അടക്കം മരിച്ചു എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അതിലുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും? ആ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു തരാം. അതായത് ഇതിനകത്തൊരു ഈ ജീവനൊരു ഊർജ്ജമുണ്ട്, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പം ഒരാൾ ശവമായി കഴിഞ്ഞാൽ ആ ശവത്തിന് ഒരു എനർജിയും കാണത്തില്ല, അത് ഫുള്ള് കംപ്ലീറ്റ് ഡെത്താണ് ഫുള്ള്. അതായത് സമാധിയാകുന്നവരുടെ ഇതിൽ ഒരു ഊർജ്ജമുണ്ടാകും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, ഒരു തേജസ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എന്ത് പറയാം, നമ്മളിപ്പോൾ ഈ ഒരു കാന്തിക ബലം, ഓറ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാന്തിക ബലം, ഒരു ശക്തിയുണ്ട്. ഇത് നമ്മുടെ ഈ ഇതിൽ നിന്നും, അതായത് ഈ ചക്രങ്ങൾ, ഓരോ 6 ആധാര ചക്രങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ അതിൻ്റെ ഈ പ്രതിഷ്ഠയിലേക്ക്, അതായത് വയ്ക്കുന്ന ഈ പ്രതിഷ്ഠയിലേക്ക് ഈ ജീവനെ അതിൽ കൊണ്ടുവന്ന് ഈശ്വരനുമായിട്ട് അങ്ങ് കണക്ടിവിറ്റി ശരിക്കും ഞാൻ ഒന്നുകൂടി ചോദിച്ചത്, അതായത് ഈ സമാധി ജീവൽ സമാധിയാണ് ശരിക്കും സംഭവിച്ചതെന്നാണ് പറയുന്നത്. ശരിക്കും ഈ സമാധി ഘട്ടം പൊളിക്കുകയാണെങ്കിൽ, ബലിപീഠം അല്ലെങ്കിൽ പൊളിക്കുകയാണെങ്കിൽ ഈ ഒരു ചെയ്ത ഊർജ്ജം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ശരി, ഈ ചെയ്ത കർമ്മങ്ങളിലെല്ലാം ഫലം ഇല്ലാതാകുമെന്നാണ് ഈ ഒരു സമാധി പൊളിച്ച് അദ്ദേഹത്തിന്റെ എല്ലാം പവിത്രതയും. അതായത് ഇനി ചടങ്ങുകൾ നടക്കാനുണ്ട് എന്നുള്ളതും കൂടെ എല്ലാവരും അവര് പറയുന്ന ഈ ഒരു പിന്നെ നമ്മളിപ്പോ ഉദാഹരണത്തിന് തന്നെ നമ്മളിപ്പോ പറഞ്ഞ പരിഹാരക്രിയ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരിക്കലും അങ്ങനെ ക്രിയ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കർമ്മം ചെയ്തതുകൊണ്ടോ ഒരിക്കലും പരിഹാരമാകത്തില്ല. നമ്മൾ ആ ശരീരം അപ്പം നമ്മൾ ഒരു വിഗ്രഹത്തിന് എടുത്ത് വെച്ചിട്ട് അതിനെ അടിച്ചു പൊട്ടിച്ചിട്ട് കുറച്ച് പരിഹാരക്രിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നിങ്ങളെ 4 വലിച്ചു കീറി റെഡിയാക്കിയിട്ട് നിങ്ങളെപ്പോലെ വേറൊരാളെ ഉണ്ടാക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇപ്പൊ നമ്മളിപ്പം എന്നെ അല്ലെങ്കിൽ 4 വലിച്ച് ഇങ്ങനെ 4 കയറിയിട്ട് എന്നെ പോലത്തെ വേറൊരാളെ ഉണ്ടാക്കി അവിടെ വയ്ക്കാൻ പറ്റില്ല. അതുപോലെ വിഗ്രഹങ്ങളെ എന്ന് പറയുന്നത് അടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അടുത്ത് വേറൊരു അതേപോലത്തെ വിഗ്രഹം എടുത്ത് വെച്ചാൽ അതുപോലത്തെ ചൈതന്യമുള്ള വിഗ്രഹം മറ്റൊരു കാര്യം ചോദിച്ചു. അതുപോലെയാണ് അത്. ഞാൻ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലടക്കം ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് 3-4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദുരൂഹത ആരോപിച്ചത് കൊണ്ടാണ്. ദുരൂഹത കണ്ടെത്തുന്നത് അതിന് ശേഷമാണ്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഈ ഒരു നിയമവശങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്ര കൂട്ടായിട്ടുള്ളൊരു ഒരുപാട് പരാതികൾ, അതായത് ഈ പ്രദേശവാസികളിൽ പല ആൾക്കാരും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായവും വാദമുണ്ട്, അവർ അവരുടേതായ വാദങ്ങൾ പറയുന്നു. ശരിയും തെറ്റും ഇനി കണ്ടെത്തേണ്ടതാണ്. കാര്യം നമുക്ക് ഈ സമയത്ത് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു പക്ഷം പിടിച്ച് പറയുന്നില്ല. അപ്പോൾ പക്ഷെ അവരുടെ മുന്നിലുള്ളൊരു മാർഗം ഇത് മാത്രമല്ലേ ഉള്ളൂ. അതിന് പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായി അതിനൊരു തെളിവുണ്ടാകണമെങ്കിൽ എങ്ങനെ ഈ മരണം സംഭവിച്ചു? സ്വാഭാവികം. അതെന്തുകൊണ്ട്? അത് ഈ അലിഗേഷൻ വന്നത് കൊണ്ട് മാത്രമാണെന്ന് കൂടെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ അതായത് അത് അങ്ങനെ അവർ ചിന്തിക്കുന്ന പറഞ്ഞാൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. മരണം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഫുള്ള് ഡെത്തായി കിടക്കും അവർ ചിന്ത. പക്ഷെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കുമ്പം അത് മരണമല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ പറയണം. മരണം ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും കിടന്ന് മരിച്ച് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് എവിടെയും ഗുഹയിൽ ചെന്നിരുന്ന് എന്തെങ്കിലും മരണം എന്ന് പറയുന്ന അവസ്ഥ ആയതുകൊണ്ട്, അതായത് ഈശ്വരനുമായിട്ട് കണക്ടിവിറ്റി ഇല്ലാത്ത മരണം, സമാധിയാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഈശ്വരനുമായിട്ട് ലയിക്കുന്നത്. ഈശ്വരനാണത്. അത് ഒരു ക്ഷേത്രമല്ല, വേറെ റോഡിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് സമാധിയായത് അങ്ങനെയല്ല. ഒരു ക്ഷേത്രം, മഹാക്ഷേത്രത്തിന്റെ അടുത്തുള്ള ആ ഭഗവാനെ ലിംഗപ്രതിഷ്ഠ ചെയ്ത ആചാര്യ ഗുരുവാണ്. ആചാര്യ ഗുരു എന്ന് പറയുന്നത് അത്രയും വലിയ ഈശ്വരന്റെ ഭഗവാനെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് അത് തന്ത്രിയാണ്. തന്ത്രി എന്ന് പറയുന്നതിന്റെ അർത്ഥമേ ഈശ്വരന്റെ പിതാവിന് തുല്യമാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അതിലൊരു വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ താങ്കൾ, അപ്പോൾ അച്ഛൻ ഒരു പക്ഷേ യോഗാചാര്യൻ അല്ല എന്നിരിക്കട്ടെ, സാധാരണ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസങ്ങളുണ്ട്, പക്ഷേ ഈ രീതിയിലുള്ള വലിയ ആചാര്യോ അല്ലെങ്കിൽ മന്ത്രവിദ്യകളോ അറിയാത്തൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, സങ്കല്പിച്ച് പറയുകയാണ്.
ആ രീതിയിൽ ഇപ്പോൾ ഈ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ താങ്കൾ സമ്മതിക്കുമല്ലോ? അതായത് സമാധി അല്ല, സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമാധി അല്ലെങ്കിൽ അല്ല, ഞാൻ നമുക്കൊന്നും ചെയ്യാൻ ഞാൻ ഞാൻ പറ്റില്ല. സങ്കല്പം പറഞ്ഞതാണ്. സമാധിയാ. ഞാൻ സങ്കല്പം പറഞ്ഞതാണ്. ഈ സാധാരണ ഇതിലുള്ള മരണമാണ് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടായെന്നിരിക്കട്ടെ. അങ്ങനെയാണ് സമാധി തീർച്ചയായിട്ടും അല്ലേ സമാധി. അല്ലെങ്കിൽ ഞാനൊരു സങ്കല്പം പറഞ്ഞാണ്, ഒരു ഇമാജിനേഷൻ. അല്ലെങ്കിൽ താങ്കൾ സമ്മതിച്ചേനെ അല്ലേ? അല്ലെങ്കിൽ ഈ സാധാരണഗതിയിൽ ഒരു സാധാരണഗതിയിൽ വേറെ നമ്മളെ അവസ്ഥയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് അദ്ദേഹം മരിക്കുകയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സുഖമില്ലാതെ ഇത്രയും അസുഖത്തിന് പ്രതിഷേധം ഉന്നയിക്കില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ സമാധി ആയതുകൊണ്ട് നമുക്ക് അത് ആ ഈശ്വരനുമായിട്ടുള്ള ദേവശരീരവും ഈ ശരീരവും ഈശ്വരനുമായിട്ട് ലയിപ്പിക്കുന്ന അതൊരു ചടങ്ങാണ്. അതായത് ഈ ശരീരത്തിന് ഭഗവാനിലങ്ങ് ലയിപ്പിക്കണം. അതാണ് ഭസ്മം, കർപ്പൂരം, സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം പുണ്യോഗന്ധോ പ്രതിഭാംശി. ഞാൻ ഈശ്വരൻ എന്ന് പറയുന്ന ഭൂമിയിലെ പുണ്യഗന്ധമാണെന്നാണ് പറയണത്. മനസ്സിലാക്കണം. അത് ഈശ്വരൻ ഭൂമിയിലെ പുണ്യഗന്ധം എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരന് അത്രയും പവിത്രതയുണ്ട്. അപ്പോൾ ആ ഈശ്വരന് അത്രയും പവിത്രതയുള്ളപ്പോൾ അതിനെ ഇടിച്ച് പൊളിച്ച് അതിൻ്റെ പവിത്രത കളയാൻ എങ്ങനെ നമ്മൾ സമ്മതിക്കും? അല്ല, ഇനിയിപ്പോൾ ശരിക്കും ഈ ഒരു നടപടിയുമായിട്ട് അധികാരികൾ മുന്നോട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ, മുമ്പോട്ട് പേരുന്നാലും അല്ല ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ ഇന്നലെ വലിയൊരു കടത്തിൽ പ്രയോഗം നടത്തിയിരുന്നു, ആത്മാഹുതി അടക്കം. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കും. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബമടക്കം, താങ്കളും കുടുംബമടക്കം. തീർച്ചയായിട്ടും ഒരു രീതിയിൽ സമ്മതിക്കില്ല എന്ന് തന്നെയാണോ? സമ്മതിക്കത്തില്ല, ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല. എന്നാൽ ഫുൾ ഫൈറ്റ് ചെയ്യും, ശരിക്കും ഫൈറ്റ് ചെയ്യും. ഈ ഒരു കോടതിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിരുന്നോ? ഇന്നലെ അവിടെ ലഭിച്ചില്ലേ? കിട്ടി. അത് രഞ്ജിത് കുടുംബ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞിരുന്ന കിട്ടിയെന്നാണ്. അപ്പൊ രഞ്ജിത് സാറിന് അറിയാവോ? അദ്ദേഹത്തിന്റെ ഒരു നീക്കം അനുസരിച്ച് അതിനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകും. തീർച്ചയായിട്ടും പോകും. നമ്മൾ ഫൈറ്റ് ചെയ്യും. എന്തായാലും നിയമപരമായിട്ട് അതിലേക്കുള്ള നടപടികൾ എന്താണോ ആവശ്യം അതിലേക്ക് കടക്കുമെന്നാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഇളയ മകൻ രാജസേനൻ പറയുന്നത്. ശക്തമായി തന്നെ പോരാടും. അതൊരു സമാധിയാണ്. അതിന്റെ ഒരു പൂജാ കാര്യങ്ങളും അതിനുള്ള അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അധികാരികളടക്കം ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതിന്റെ സമാധിയുടെ വശങ്ങളും കാര്യങ്ങളും കൃത്യമായി പറയുകയായിരുന്നു. എന്തായാലും കുടുംബം തെല്ലും പിന്നോട്ടില്ല. കഴിഞ്ഞ ദിവസം അടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ഒരു സമാധി സ്ഥലം ബലിപീഠം പൊളിക്കുകയാണെങ്കിൽ താൻ ആത്മാഹുതി ചെയ്യും. താൻ തൻ്റെ അച്ഛന് വേണ്ടി, പിതാവിന് വേണ്ടി പുത്രന്റെ ധർമ്മമാണ് ചെയ്തതെന്നുള്ള വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും രാജസേനൻ. എന്തായാലും ആ രീതിയിൽ കുടുംബം ഈ ഒരു ശക്തമായ നടപടികളിലേക്ക് തന്നെ കോടതിയിലടക്കം കടക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ തന്നെ കടക്കും. ആ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല. സമാധി പൊളിക്കുന്നതിൽ കുടുംബം ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല. ആ ഒരു എതിർപ്പ് നിലവിലും തുടരുകയാണ് എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ മകൻ രാജസേനൻ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.